ഒക്കെ വീട്ടിലുണ്ടാക്കണല്ലേ? ഒക്കെ അവിടെ ഉണ്ടാക്കണം. വെള്ളയപ്പൊക്കെ അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതോ ഇവിടെ തന്നെ? വെള്ളയപ്പം കുറച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കും. പൊറാട്ട അവിടെ ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. സഹായിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ സഹായിക്കാൻ ഭാര്യയുണ്ട്. എനിക്കുള്ള കച്ചവടമുള്ളോ. നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ പഴയകാല നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ചെറിയ ഓലമേഞ്ഞ ഒരു ചായക്കടയുടെ മുന്നിലാണ്. നമ്മുടെ അശോകേട്ടൻ്റെ ചായക്കട. നമ്മുടെ കുന്നംകുളത്ത് ആർത്താറ്റ് പള്ളിയുടെ അവിടെ നിന്ന് പോകുമ്പോൾ ആർത്താറ്റ് ധ്യാനമന്ദിരമുണ്ട്. ധ്യാനമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു 10 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അശോകേട്ടൻ്റെ കടയിലെത്താം. അശോകേട്ടൻ കാലത്ത് 6:30 കട തുറക്കും. കാലത്ത് വെള്ളയപ്പം, ഇഡ്ഡലി, പുട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വൈകുന്നേരം 5:30 വരെ. അപ്പോൾ എണ്ണക്കടികൾ, പരിപ്പ് വട, ഉഴുന്നുവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെയുള്ള കുറച്ച് നാട്ടുകാരും കുറച്ച് പരിചയക്കാരും ഒക്കെ ആയിട്ടുള്ള കച്ചവടം മാത്രം പുള്ളിക്കുള്ള എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനവിടെ നിന്ന് ഒരു ചായയും ഒരു പരിപ്പ് വടയും കഴിച്ചു. നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു ചായയും അതുപോലെ നാടൻ ടേസ്റ്റും രുചിയും ഒക്കെയുള്ള ഒരു അടിപൊളി പരിപ്പ് വടി. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാതും പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ വൈഫും കൂടിയിട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ്, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞു. ആ പഴയ ചില്ല് അലമാരിയും മരത്തിൻ്റെ ചില്ലലമാരിയും പിന്നെ ഓലമേഞ്ഞ പൊരിയും ആ കാശ് വാങ്ങി വയ്ക്കണ മരത്തിൻ്റെ പെട്ടിയും പഴയ ബെഞ്ചും ഡെസ്കും പിന്നെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പഴയ സമോവറും അതൊക്കെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പഴയൊരു നൊസ്റ്റാൾജിയ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. മാത്രമല്ല നല്ല സ്നേഹസമ്പന്നമായ പെരുമാറ്റം. അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് നിങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കുക. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ കുന്നംകുളത്ത് ആർത്താറ്റ് പള്ളിയുടെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആർത്താറ്റ് ധ്യാന കേന്ദ്രമുണ്ട്. അതിൻ്റെ സൈഡിൽ റൈറ്റിലേക്ക് പോണ വഴി.